ഗായ്സ് വെൽക്കം ബാക്ക് അഗെയിൻ. ഞാനിതാ മാസ് ലുക്കിൽ ഇവിടെ വന്നിട്ടുണ്ട്. വേറെ ഒന്നല്ല, വെറുതെ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മളിൽ പല ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ടുള്ള പ്രശ്നമാണ്. നമ്മുടെ ഫേസ് നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കും, ചില ഏരിയാസിൽ എന്താ പറയുക സ്കിൻ ബ്രൈറ്റ് ആയിരിക്കില്ല, അതായത് അൺഈവൻ സ്കിൻ ടോൺ ഇല്ലേ, അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഞാനിപ്പോൾ നോക്കുകയാണെങ്കിൽ എൻ്റെ ഫേസ് നല്ല ബ്രൈറ്റാണ്, കഴുത്ത് കുറച്ച് പ്രശ്നമാണ്, പിന്നെ താഴേക്ക് വരുന്ന സമയത്ത് കഴുത്ത് നെഞ്ചിൻ്റെ ആ ഭാഗത്തേക്ക് വരുമ്പോൾ ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നത്, കൈ വരുമ്പോൾ കൈ കുറച്ച് ഡള്ളായിട്ടിരിക്കുന്നത്, അങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അൺഈവൻ സ്കിൻ ടോൺ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് നോർമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് ഈ കിട്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ആക്ച്വലി ഞാനൊരു 2-3 ആഴ്ച ആയിട്ടുണ്ട് ഞാനിത് യൂസ് ചെയ്യുന്ന സമയത്ത്. ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ആ ബോട്ടിൽ ഏകദേശം കഴിയാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത്രയും ദിവസമായിട്ട് ഇതിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അടിപൊളിയായിട്ട് സ്കിന്നിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെർമാക്കോടെ 1% കോജിക് ആസിഡ് ബോഡി വാഷാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡെയിലി ബേസിസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ബോഡി വാഷാണ്. നല്ല ബ്രൈറ്റനിങ് തരുന്ന ബോഡി വാഷാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയുക, ഡാർക്ക് സ്പോട്ട്സൊക്കെ ഇല്ലേ, അതൊക്കെ മാറ്റും എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഞാനിത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇതിലൊരു ലോക്കിംഗ് സിസ്റ്റം വരുന്നുണ്ട് കണ്ടോ, ഇതേപോലെ. ഈ ബ്ലാക്ക് അല്ല വരുന്നത്, ആക്ച്വലി വൈറ്റ് ആണ് വരുന്നത്. ഇത് ഞാൻ വേറെ എന്തോ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടി. ഇതേപോലെ ഒരു ലോക്കാണ് വരുന്നത്, കാണിക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പെട്ടെന്ന് ഊരി പോവില്ല. ബാഗിലൊക്കെ ഇട്ട് പോവുകയാണെങ്കിൽ അത് പ്രസ്സായി പോയിട്ട് പ്രൊഡക്റ്റ് ലീക്കേജ് അങ്ങനെ ഒന്നും വരില്ല കേട്ടോ. ഈ ഒരു എന്താ പറയുക ബോട്ടിൽ എന്ന് പറയുന്നത് 250 ml ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് ഒരു വൈറ്റ് കളർ, വൈറ്റ് അല്ല, ഇതേപോലെ ഒരു വാട്ടറി ആയിട്ടുള്ളൊരു, അധികം തിക്കല്ല എന്നാൽ അധികം വാട്ടറി അല്ല, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരുന്നത്. എഗ് വൈറ്റ് ഒക്കെ പോലത്തെ ഒരു സംഭവമാണ് കേട്ടോ. കാരണം ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് കോജിക് ആസിഡും ആൽഫ ആർബ്യൂട്ടിനും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെൻറ്റാവിറ്റൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് സൾഫേറ്റ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്, പിന്നെ ഡൈ ഫ്രീ ആണ്, മിനറൽ ഓയിൽ ഫ്രീ ആണ്. പിന്നെ ഇതിന് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഇതിൽ 1% കോജിക് ആസിഡ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ, ഡാർക്ക് സ്പോട്ട്സ് ഇല്ലേ, അതൊക്കെ മാറാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ടാൻ മാറ്റാൻ വേണ്ടിയിട്ടൊക്കെ ഇത് അടിപൊളിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ആൽഫ ആർബ്യൂട്ടിൻ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ബ്രൈറ്റനിങ് ഏജൻറ്റ് കൂടിയാണ്. പിന്നെ ചർമ്മത്തിൽ നല്ലൊരു ഗ്ലോ നൽകാൻ വേണ്ടിയിട്ടും അടിപൊളിയാണ് കേട്ടോ. പിന്നെ പെൻറ്റാവിറ്റൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 24 hours നമുക്ക് സ്കിന്നിലൊരു ഹൈഡ്രേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെന്താ പറയുക, ഇതിലൊരു വലിയ പ്ലസ് പോയിൻ്റ് ആയിട്ട് എനിക്ക് അതായിട്ട് തോന്നിയത് ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്കും ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഡെയിലി രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഞാൻ ഈ ഒരു സാധനം യൂസ് ചെയ്യും. ബട്ട് ഫേസിൽ യൂസ് ചെയ്യില്ല കേട്ടോ. എൻ്റെ മുഖത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പ്രശ്നമായിട്ടിരിക്കുകയാണ് ഗൈസ്. അതിൻ്റെ കാര്യം ഞാൻ അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും ഇപ്പോൾ ബ്രഷൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ ഞാനിപ്പോൾ പറയുകയാണെങ്കിൽ ഇത് നല്ല ഫോമിങ് ഉള്ളതാണ്. പക്ഷേ സോപ്പിൻ്റെ അത്രയില്ല. നമ്മൾ ഈ ഒരു ആക്കിയിട്ട് ഇങ്ങനെ പതപ്പിക്കുന്ന സമയത്ത് നല്ല അത്യാവശ്യം പതയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇത് ഓൾ സ്കിൻ ടൈപ്പ് ആണെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പിഗ്മെൻറ്റേഷനൊക്കെ മാറും എന്നാണ് പറയുന്നത്. ഞാനിത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഈ സൺ ടാൻ്റെ കാര്യം ഓക്കെയാണ് കേട്ടോ. കാരണം നമ്മൾ പുറത്ത് പോകുന്ന സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, എന്നാലും ചില സമയത്തൊക്കെ വീട്ടിലിരിക്കുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ എന്തായാലും കയ്യിലൊക്കെ ചെറുതായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് നന്നായിട്ടാണ് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇത് നമുക്ക് കുറച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ കയ്യിൽ ഇതേപോലെ ആക്കുന്ന സമയത്ത് നമുക്കൊരു ക്രീമൊക്കെ എടുത്തിട്ട് കയ്യിൽ പുരട്ടൂലേ, നമ്മുടെ ലോഷൻ, അതേപോലെയൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതേപോലെ ലോഫയിൽ ഒരൊറ്റ പമ്പ് എടുത്തിട്ടേ ഉള്ളൂ. ജസ്റ്റ് ഒരിത്തിരി വെള്ളമാക്കിയിട്ട് നമ്മളിങ്ങനെ ആക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ഫോമിങ് ആവുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ബോഡിയിൽ യൂസ് ചെയ്താലും
നമ്മൾ വേറെ ഇച്ചിങ്ങോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ സ്കിൻ ടൈപ്പ് നോക്കി പാച്ച് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ഇത് 30°C താഴെ താപനിലയുള്ള ഏരിയയിൽ വേണം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നേരിട്ട് വെയിലൊന്നും ഏൽക്കരുത്. പിന്നെ മരവിക്കുന്ന തണുപ്പൊക്കെ ഉണ്ടാവില്ല, അതായത് ഫ്രീസായി പോകുന്ന രീതിയിലൊന്നും സൂക്ഷിക്കരുതെന്ന് പ്രത്യേകം അതിൽ പറയുന്നുണ്ട്. പിന്നെന്താ, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിൽ ഒരു സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. മൈൽഡായിട്ടുള്ള സ്മെല്ലുണ്ടോ ചോദിച്ചാൽ അതുമില്ല. പക്ഷെ എന്നാലും ഒന്ന് ആഞ്ഞ് വലിക്കുന്ന സമയത്ത് എനിക്ക് എന്താ പറയുക, നമ്മുടെ ഈ ആരോ റൂട്ടിൽ കൂവപ്പൊടി എന്നൊക്കെ പറയുന്നത്, കൂവപ്പൊടീൻ്റെ ഒരു സ്മെല്ല് കാച്ചി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സ്മെല്ല്, അതേപോലെ എന്തോ എവിടെയോ വരുന്ന പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടോ. ഞാനൊരു പരീക്ഷണം ഈ സോപ്പിലൊക്കെ നമ്മൾ ചെയ്യുമല്ലോ, ബബിൾസ് ഉണ്ടാക്കി, അതേപോലെ ഒന്ന് ആക്കി നോക്കിയിട്ടോ. പക്ഷെ അങ്ങനെയൊന്നും വരുന്നില്ല. പക്ഷേ ഇതേപോലെ കയ്യിലാക്കുന്ന സമയത്ത് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോമിങ് ഉണ്ട്, നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കൈ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്, നൈക്കിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്ത് അക്വ അതേപോലെ ഗ്ലിസറിനൊക്കെ ചേർത്തതിന് കൊണ്ട് തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വൺ ടൈമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. ടാറ്റാ.